നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് റിസർച്ചിനെ പറ്റിയാണ്. ഓപ്പറേഷൻസ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വേൾഡ് വാർ ഫസ്റ്റിന്റെ സമയത്താണെങ്കിലും മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിലാണ്. The subject of operational research was developed in military context during World War II, pioneered by the British scientists. At that time, the military management in England appointed a study group of scientists to deal with the strategic and tactical problems related to air and land defense of the country. The main reason for conducting the study was that they were having very limited military resources. It was therefore necessary to decide upon the most effective way of utilizing these resources. As the name implies, operations research was apparently invented because the team was dealing with research on military operations. So, എന്തുകൊണ്ടാണ് ഓപ്പറേഷൻസ് റിസർച്ച് നിലവിൽ വന്നത്? ആ സമയത്ത് മിലിറ്ററി റിസോഴ്സസ് ഒക്കെയും വെരി ലിമിറ്റഡ് ആയിരുന്നു, സ്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്ലാനിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഓപ്പറേഷൻസ് റിസർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ ആവശ്യങ്ങൾ കുറഞ്ഞു വന്നു. സോ ഈ ഓപ്പറേഷൻസ് റിസർച്ചിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പല പല മേഖലയിലേക്ക് പോയി, ഓരോ ഫീൽഡിലേക്ക് പോയി. ആ ചെന്ന ഓരോ ഫീൽഡിലും അവർ ഓപ്പറേഷൻസ് റിസർച്ച് ഉപയോഗിച്ച് പഠനങ്ങൾ നടത്താൻ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. സോ operations research became a part of physics, mathematics, biology, psychology and other physical sciences, and it quickly motivated the United States military management to start similar activities. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ആവുകയും ചെയ്തു. ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് എന്നൊരു ബ്രാഞ്ച് തന്നെ നമുക്ക് ലഭിച്ചു. After the end of Second World War, the success of military teams attracted the attention of industrial managers who were seeking solutions to their complex managerial problems. At the end of war, expenditures on defense research were reduced in the UK, and this led to the release of the many operations research workers from the military at a time when industrial managers were confronted with the need to reconstruct most of Britain's manufacturing industries and plants that had been damaged in war. As a result, many industrial concerns are adopting OR as an integrated decision-making tool for their routine decision procedures. നമ്മൾ മെയിനായിട്ട് ഓപ്പറേഷൻസ് റിസർച്ച് യൂസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഒപ്റ്റിമം വാല്യൂ കിട്ടുന്നത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ബിസിനസിന്റെ ഫീൽഡിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഏറ്റവും കൂട്ടുക. അതിന് പറ്റുന്ന രീതിയിൽ ഓരോ വേരിയബിൾസിനെയും കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. കുറേ കൺസ്ട്രെയിൻസ് നമുക്ക് കാണും, അല്ലെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് നമുക്ക് കാണും. ഇന്നത് ഇത്ര വരെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ഒരു പരിധി കാണും. അതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റിൽ നിർമ്മിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്തുക, ആ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ് ഓപ്പറേഷൻസ് റിസർച്ചിലൂടെ നമ്മൾ ചെയ്യുന്നത്. Operations research is the systematic application of quantitative methods, techniques and tools to the analysis of problems involving the operations of systems. നമുക്ക് വേണ്ട പ്രോബ്ലത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ടെക്നിക്സും ടൂൾസും ഒക്കെ ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. അതാണ് ഓപ്പറേഷൻസ് റിസർച്ച് ചെയ്യുന്നത്. ആൻഡ് there are mainly 4 features or 4 characteristics of OR, and they are use of scientific method, use of models to represent complex relationships, interdisciplinary approach, and provision of a quantitative basis for decision making. നമ്മളൊരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻസിനെ അങ്ങനെ എടുത്ത് കാണിക്കാതെ പകരം മോഡൽസ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഒരു ഫാക്ട് മാത്രം എടുക്കാതെ അതിനെ ചുറ്റിക്കിടക്കുന്ന എല്ലാ ഫാക്ട്സിനെയും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊവിഷൻ ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ബേസിലാണ്, നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോബ്ലത്തിനെ സ്റ്റഡി ചെയ്യുന്നത്.
And the main features of operations research are, first one is interdisciplinary approach. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Interdisciplinary എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസിലുള്ള നോളജ് ആണ്. ഒരു കാര്യം ഒരു ബിസിനസ്സോ എന്തെങ്കിലും ആവട്ടെ, അത് സംഭവിക്കണമെങ്കിൽ, അല്ലെ അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിലോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഒരൊറ്റ റീസൺ മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്. അതിന്റെ പുറകിൽ ഒരുപാട് റീസൺസ് കാണും. ആ റീസൺസിനെ എല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ORൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് സയന്റിഫിക് അപ്രോച്ച്. വെറുതെ ഒരു ഗസ് വർക്ക് നടത്തുകയല്ല, പകരം സയന്റിഫിക് ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ചിട്ടാണ് ORൽ നമ്മൾ ആൻസേഴ്സിലേക്ക് എത്തുന്നത്, ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച്. While arriving at a decision, an operations research team examines the relative importance of all conflicting and multiple objectives. It also examines the validity of claims of various departments of the organization from the perspective of its implications to the whole organizations. കോൺഫ്ലിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സിനെയും ഓപ്പറേഷൻസ് റിസർച്ചിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഫാക്ട് പോലും നമ്മൾ ഒഴിവാക്കുന്നില്ല, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനം നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ആൻസർ കൂടുതൽ ആക്യുറേറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് അപ്രോച്ച്. ഓപ്പറേഷൻസ് റിസർച്ചിന്റെ ഒരു വലിയ പ്രത്യേകതയാണത്. നമ്മൾ ഓപ്പറേഷൻസ് റിസർച്ച് യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് റിസർച്ചിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ്. അതായത് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റീവ് കാണും. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഐദർ ടു മാക്സിമൈസ് അവർ പ്രോഫിറ്റ് ഓർ ടു മിനിമൈസ് അവർ കോസ്റ്റ്. നിങ്ങൾ നമ്മുടെ പൈസ ചെലവ് ചുരുക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏറ്റവും മാക്സിമം ആക്കുക, അതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ആദ്യമേ തന്നെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു പോകുന്നത്. അതാണ് ഓപ്പറേഷൻസ് റിസർച്ചിന്റെ ഒരു പ്രത്യേകത. The operations research approach to problem solving is based on 3 phases: judgment phase, research phase, and action phase. So first phase is judgment phase. Judgment phase-ലാണ് നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലം എന്താണ്, ഏതൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടിയത്, അല്ലെങ്കിൽ ഏതൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം, നമ്മുടെ ഡിഗ്രി ഓഫ് ആക്യുറസി എത്ര വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജഡ്ജ്മെന്റ് ഫേസിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സെക്കൻഡ് ഫേസ് ആയ റിസർച്ച് ഫേസ് വരുന്നത്. റിസർച്ച് ഫേസിൽ നമ്മൾ നമ്മുടെ കിട്ടിയ പ്രോബ്ലത്തിനെ അതിൽ നിന്ന് നമ്മളൊരു മോഡൽ ഉണ്ടാക്കുന്നു. ആ മോഡലിന് വേണ്ട എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. ആൻഡ് റിസർച്ച് ഫേസ് ഇസ് ദ ലോങ്സ്റ്റ് ഫേസ്. അവിടെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, സോൾവ് ചെയ്തെടുത്ത് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ട ഒപ്റ്റിമം സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആക്ഷൻ ഫേസ്. ആക്ഷൻ ഫേസ് എപ്പോഴും റിസർച്ച് ചെയ്യുന്ന ആളായിരിക്കില്ല ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആർക്കാണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ അധികാരമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനുള്ള സൊല്യൂഷൻ ആണോ കണ്ടുപിടിക്കുന്നത്, അത് ആർക്ക് വേണ്ടിയിട്ടാണോ അവരായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ആ ഇംപ്ലിമെന്റ് ചെയ്യുന്നയാൾക്ക് കൃത്യമായിട്ട് എന്താണ് അവരുടെ പ്രോബ്ലം, എങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ കിട്ടിയ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, കിട്ടിയ ഒപ്റ്റിമം സൊല്യൂഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒപ്റ്റിമം സൊല്യൂഷൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും. സോ ദ 3 phases എന്തൊക്കെയാണ്? ജഡ്ജ്മെന്റ് ഫേസ്, റിസർച്ച് ഫേസ് ആൻഡ് ആക്ഷൻ ഫേസ്.